ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് കിച്ചൺ ആൻഡ് വ്ലോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബീഫ് ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനായി മിൻസ്ഡ് ബീഫ് 300 ഗ്രാം. സാധാരണ ബീഫാണ് എടുക്കുന്നതെങ്കിൽ അത് ഉപ്പും മഞ്ഞളും ഇട്ട് ഒന്ന് വേവിച്ചിട്ട് ഷ്രെഡ് ചെയ്ത് എടുത്താൽ മതി. ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ. ഇഞ്ചിയും വെളുത്തുള്ളിയും കല്ലിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. 2 കപ്പ് മൈദ, അതേപോലെ 1 കപ്പ് പാല്, 4 മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ഫോർക്ക് വെച്ചോ വിസ്ക് വെച്ചോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്കാദ്യം പത്തിരി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പത്തിരി നല്ല സോഫ്റ്റായി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ചെറു ചൂടുവെള്ളം വേണം നമ്മളിതിലേക്ക് ഒഴിക്കാനായിട്ട്. ചെറു ചൂടുവെള്ളം ഒഴിക്കുകയും അതുപോലെ തന്നെ ഓയിലും കൂടി ഇടുമ്പോൾ നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇത് 10-15 മിനിറ്റത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമുക്ക് ഇത് സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഒരല്പം മൈദ തൂകി നന്നായിട്ട് പരത്തിയെടുക്കാം. നല്ല തിന്നാക്കി ഇതേപോലെ പരത്തിയെടുക്കണം. നമ്മൾ ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ നല്ല തിന്നായിട്ട് ഇതേപോലെ പരത്തിയെടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാ ബോൾസും പരത്തിയെടുക്കാം. പത്തിരിയെല്ലാം നമ്മൾ തിന്നായിട്ട് ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് നമുക്കൊരു തവ സ്റ്റൗവിലേക്ക് വെക്കാം. എന്നിട്ട് ഈ പത്തിരി ഒന്ന് ചുട്ടെടുക്കാം. സാധാരണ നമ്മൾ പത്തിരിയും ചപ്പാത്തിയും ഒക്കെ ചുട്ടെടുക്കുന്ന പോലെ ഒരുപാട് നേരം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചുവിട്ട് ഒന്ന് ചുട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ പത്തിരിയെല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് പത്തിരിയിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന സവോള കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളിൽ ഏറ്റവും കൂടുതൽ വേവുള്ളത് മഞ്ഞൾപ്പൊടിക്കാണ്. അതുകൊണ്ടാണ് ഈ മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം കറികളിൽ ഇടുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഒന്ന് വഴണ്ട് വരണം. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ വഴണ്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബീഫ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മിൻസ്ഡ് ബീഫാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾ സാധാരണ ബീഫാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒരല്പം ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് അതൊന്ന് ഷ്രെഡ് ചെയ്തിട്ട് വേണം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു ലിഡ് വെച്ച് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. മിൻസ്ഡ് ബീഫ് പെട്ടെന്ന് വേവും. അതുകൊണ്ടാണ് ഇതിനകത്തേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്തേക്കുന്നത്. സാധാരണ ബീഫാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതൊരല്പം ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ച് ഷ്രെഡ് ചെയ്തതിന് ശേഷം വേണം ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കാനായിട്ട്. ബീഫ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ ബീഫ് ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ ഒരല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് പാത്രത്തിലൊന്ന് ചുറ്റിച്ചെടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിലിടാം. വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചുട്ടു വെച്ചിരിക്കുന്ന പത്തിരി എടുത്ത് പാലിൽ മുക്കിയെടുക്കാം. പാലിൽ നല്ലതുപോലെ മുക്കിയെടുത്തതിന് ശേഷം മുട്ടയിൽ മുക്കിയെടുക്കാം. ഇങ്ങനെ പാലിലും മുട്ടയിലും നല്ലതുപോലെ മുക്കിയെടുക്കണം. എന്നാൽ മാത്രമേ പത്തിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ.
ഇനി നമുക്ക് നമ്മൾ ഓണാക്കി വെച്ചിരിക്കുന്ന ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ നമുക്ക് പത്തിരി ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ ബീഫിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ബീഫിൻ്റെ ഫില്ലിങ് അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ പത്തിരി കഴിക്കുമ്പോൾ ആ ബീഫിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ബീഫ് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇനി ചുട്ട് വെച്ചിരിക്കുന്ന അടുത്ത പത്തിരി എടുക്കുക. അതെടുത്തിട്ട് നമുക്ക് പാലിൽ നല്ലതുപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ മുക്കിയെടുക്കാം. പാലിൽ നല്ലതുപോലെ മുക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് മുട്ടയുടെ മിശ്രിതത്തിലേക്ക് ഇട്ട് മുക്കിയെടുക്കാം. നല്ലതുപോലെ മുട്ടയിൽ മുക്കിയെടുക്കുക. ഇതേപോലെ നല്ലതുപോലെ മുക്കിയെടുത്ത ശേഷം നമുക്ക് ഇത് നമ്മൾ നേരത്തെ വെച്ചിരുന്ന ബീഫിൻ്റെ ഫില്ലിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഇത് എത്ര പത്തിരി ഉണ്ടോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ഈ ചട്ടിപ്പത്തിരിയിൽ ലെയേഴ്സ് വരിക. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് നമ്മുടെ ബീഫിൻ്റെ ഫില്ലിങ് വീണ്ടും വെച്ച് കൊടുക്കാം. ബീഫിൻ്റെ ഫില്ലിങ് വെച്ചതിന് ശേഷം ഓരോ പത്തിരിയും ഇതുപോലെ ലെയർ ബൈ ലെയർ ആയിട്ട് വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മളത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ബീഫിൻ്റെയും പത്തിരിയുടെയും ടേസ്റ്റ് രണ്ടും കൂടി ഒന്ന് മാച്ച് ആകണമെങ്കിൽ നല്ലതുപോലെ ഫില്ലിങ്സ് അതിനകത്ത് വെച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മളത് കഴിക്കുമ്പോൾ ആ ബീഫിൻ്റെ ആ രുചിയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. എല്ലാ പത്തിരിയും നമുക്ക് ഇതുപോലെ ലെയർ ബൈ ലെയർ ആയിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി വന്ന നമ്മുടെ മുട്ടയുടെ മിശ്രിതം നമുക്ക് ഈ പത്തിരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പത്തിരിയുടെ മുകളിലായിട്ടും സൈഡിൽ മുഴുവൻ ആകുന്ന രീതിയിൽ നമുക്ക് പത്തിരിയിലേക്ക് ഈ മുട്ടയുടെ ബാലൻസ് വന്ന മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാം. ഇതിനു മുമ്പ് നമ്മളിത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റത്തേക്ക് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി നോക്കാം. ഇത് കണ്ടോ, ഇത് നല്ലതായിട്ട് വിട്ടാണ് ഇരിക്കുന്നത്. പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ലതുപോലെ വിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ കുറച്ച് വെക്കാം. പത്തിരി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ പത്തിരിയുടെ സൈസിനെ അനുസരിച്ചിരിക്കും. ഇനി നമുക്ക് ഇതൊരു തവ വെച്ചിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് എടുക്കാം. അതായത് ഇതുപോലെ ഒരു തവ വയ്ക്കുക, എന്നിട്ട് അതൊന്ന് ഫ്ലിപ്പ് ചെയ്യുക. ഇതിപ്പോൾ ഞാനിവിടെ ഇത് ഫ്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതിങ്ങനെ ഫ്ലിപ്പ് ചെയ്തപ്പോൾ നമ്മുടെ ചട്ടിയിലുണ്ടായിരുന്ന അടിഭാഗമാണ് ഈ മുകളിൽ കാണുന്നത്. ഇത് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം കൂടി നല്ലതുപോലെ ഒന്ന് കുക്കാക്കി എടുക്കണം. ഇതിന് നമുക്ക് ഇതൊന്ന് സ്റ്റൗവിലേക്ക് വെക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെയൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അടിഭാഗം കൂടി നല്ലതുപോലെ കുക്കായി കിട്ടും. അപ്പം നമ്മുടെ അടിപൊളി ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായി വരുന്നവരെ ബൈ.